നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഫ്യൂച്ചറിൽ നിന്ന് നമ്മളെ കാണാൻ ഒരാൾ വന്നിരുന്നെങ്കിലെന്ന്? നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായേനെ അയാളോട്, അല്ലെങ്കിൽ അയാൾ പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാനുണ്ടായേനെ. അപ്പോൾ ഫ്യൂച്ചറിൽ നിന്ന് നമ്മുടെ ഭാര്യ നമ്മളെ കാണാൻ വന്നാലോ, എന്ത് മനോഹരമായിരിക്കില്ലേ? അങ്ങനെ ഫ്യൂച്ചറിൽ നിന്ന് ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ കാണാൻ വരുന്ന ഒരു ഇന്തോനേഷ്യൻ സിനിമയാണ് സോറി എ വൈഫ് ഫ്രം ദ ഫ്യൂച്ചർ. എനിക്കൊരു അപേക്ഷയുണ്ട്, നിങ്ങൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം അത്ര മനോഹരമായ കഥയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കഥ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നായകനായ ജൊനാഥനെയാണ്. ഒരു മഞ്ഞ് നിറഞ്ഞ സ്ഥലത്ത് കിറങ്ങി നടക്കുകയാണെന്ന് തോന്നുമെങ്കിലും ജൊനാഥൻ ഒരു നല്ല ഫോട്ടോഗ്രാഫറാണ്. സിനിമയിൽ കിടിലം ഫ്രെയിംസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ മച്ചാൻ കിടിലം ഫോട്ടോസ് എടുത്ത് നേരെ പോകുന്നത് വീട്ടിലോട്ടാണ്. എന്നിട്ടൊരു കാഞ്ചി വീഡിയോ വലിച്ച് മച്ചാൻ തന്റെ ഫോട്ടോ വെള്ളത്തിലൊക്കെ മുക്കിയെടുത്ത് ക്ലാരിറ്റി ചെക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നായകൻ നേരെ ചെല്ലുന്നത് തന്റെ കൂട്ടുകാരൻ കാർലോയുടെ അടുത്തേട്ടാണ്. കാർലോ കുറച്ചധികം മദ്യപാനിയും നല്ല സിഗരറ്റ് വലിയുമാണ്. എന്നിട്ട് നമ്മുടെ നായകൻ ജൊനാഥൻ അവനെടുത്ത ഫോട്ടോ കാർലോനെ കാണിച്ചു കൊടുക്കുന്നു. കാർലോ അവന്റെ ഫോട്ടോയെ കളിയാക്കുകയാണ്. അപ്പോഴാണ് ബാറിലെ മച്ചാൻ ഹാപ്പി ബർത്ത്ഡേ ജൊനാഥൻ എന്ന് പറഞ്ഞ് ബിയർ കൊടുക്കുന്നത്. അപ്പോഴാണ് കാർലോയ്ക്ക് ജൊനാഥന്റെ ബർത്ത്ഡേ ആണെന്ന് മനസ്സിലാവുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പണിയുമില്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ ആയിട്ട് കമന്റ് ചെയ്യാവോ? തീർച്ചയായും ഞാൻ അതിന് റിപ്ലൈ തന്നിരിക്കും. എന്നിട്ട് കാർലോ ജൊനാഥനോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ചീഴ്സൊക്കെ പറഞ്ഞ് 2 ബിയറും വീശുന്നു. എന്നിട്ട് വെള്ളോടി കഴിഞ്ഞ് അവർ വീട്ടിലോട്ട് പോകുന്നു. നായകൻ വെളുപ്പാങ്കാലം വരെ വലിച്ചിരുന്നിട്ടാണ് കിടക്കുന്നത്. പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ ഒരു സുന്ദരി പെണ്ണ് നായകനായ ജൊനാഥന്റെ ബെഡിൽ ഒരു ചെറു പുഞ്ചിരി തൂകിയിരിക്കുന്നു. നായകൻ ഞെട്ടി എഴുന്നേറ്റ് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, ഞാൻ സൊറ, നിന്റെ ഭാര്യ ഫ്യൂച്ചറിൽ നിന്ന് വരുന്നതാണെന്ന്. നായകൻ വേഗം വീട്ടിൽ നിന്നിറങ്ങി ഫോൺ എടുത്ത് തന്റെ കൂട്ടുകാരനായ കാർലോയെ വിളിക്കുന്നു. എടാ കള്ളുകൂടിയാ, നീ എന്താ കളിക്കുവാണോ? കണ്ട പെണ്ണുങ്ങളെ എൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ട്. നിനക്കറിയില്ലേ എൻ്റെ വീട്ടിൽ പെണ്ണുങ്ങളെ കയറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന്. കാർലോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. നായകൻ കുറേ ചീത്തയും പറഞ്ഞ് കോള് കട്ടാക്കുന്നു. എന്നിട്ട് സുന്ദരിയായ സോറയുടെ അടുത്ത് വന്ന് ജൊനാഥൻ പറയുകയാണ്, കാർലോ നിനക്ക് തന്നതിൻ്റെ ഇരട്ടി ഞാൻ തരാം, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. അപ്പോൾ അവൾ ഒന്നും പറയാതെ ഒരു ചെറു പുഞ്ചിരിയോടെ ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് നായകൻ ഡ്രസ്സ് മാറി വരുമ്പോൾ പോവാണ്ട് താഴെ നിൽക്കുന്ന സോറ പറയുകയാണ്, മനുഷ്യ പേഴ്സും ഫോണും എടുക്കാൻ മറക്കല്ലേ എന്ന്. ജൊനാഥൻ നോക്കുമ്പോൾ ശരിയാണ്, നമ്മുടെ നായകൻ അതൊക്കെ എടുക്കാൻ മറന്നിരിക്കുന്നു. എന്ത് നല്ല പെണ്ണല്ലേ. ജൊനാഥൻ അവളെ മൈൻഡാക്കാതെ നടക്കുന്നുണ്ടെങ്കിലും ഇവൾ അവൻ്റെ പുറകെ ചെല്ലുന്നു. എന്ത് ക്യൂട്ടാണെന്നറിയോ ആ സീൻസൊക്കെ. അവൾ പുറകെ നിന്ന് പറയുകയാണ് പതിയെ നടക്കാൻ. അപ്പം തന്നെ ജൊനാഥൻ തട്ടി വീഴുന്നു. ജൊനാഥൻ നേരെ ചെല്ലുന്നത് തൻ്റെ കാമുകി എൽസയുടെ അടുത്തേക്കാണ്. അവൻ എൽസയോട് പറയുകയാണ്, പൊന്നു മോളെ, കാർലോ എൻ്റെ വീട്ടിലോട്ടൊരു പെണ്ണിനെ അയച്ചു, അതിൻ്റെ പ്രശ്നത്തിലായിരുന്നു, അതാ വരാൻ വൈകിയെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, കാർലോനെ നീ ഉപേക്ഷിക്കേണ്ട ടൈമായി, അവൻ യൂസ്ലെസ് ആണെന്നൊക്കെ. എന്നിട്ട് എൽസ പറയുകയാണ്, ഇന്നലെ രാത്രി ഞാൻ ഫാദറിനോട് സംസാരിച്ചു, അച്ഛൻ നമുക്ക് വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ സമ്മതിച്ചു, നീ വരില്ലേ എന്ന്. പക്ഷേ ജൊനാഥൻ ഒന്നും മിണ്ടുന്നില്ല. അവൾ അപ്പോൾ ദേഷ്യപ്പെടുന്നു, എൻ്റെ ഒപ്പം വരണമെന്നും അല്ലാണ്ട് നിന്റെ പരിപാടികൾ സക്സസ് ആവാൻ പോകുന്നില്ല എന്നൊക്കെ. പക്ഷേ നായകനും അത് സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് നമ്മുടെ സോറ അവിടെ വന്നിരുന്ന് ജൊനാഥൻ്റെ ഭാര്യയാണെന്ന് എൽസയോട് പറയുന്നത്. ജൊനാഥൻ അപ്പോൾ എൽസയോട് പറയുന്നുണ്ട്, ഇവൾ പറയുന്നതൊന്നും കേൾക്കരുത് എന്നൊക്കെ. സോറ അപ്പോൾ പറയുന്നു, എനിക്ക് വിശക്കുന്നു എന്ന്. ജൊനാഥൻ പറയുന്നു, വേറെ ടേബിളിൽ പോയിരുന്നാൽ എന്താന്ന്, വേറെ ടേബിളിൽ പോയിരുന്ന് കഴിച്ചോ, പൈസ കൊടുത്തേക്കാമെന്നൊക്കെ. പക്ഷേ സോറ അവിടെ നിന്ന് പോകുന്നില്ല. എന്നിട്ട് സോറ എൽസയോട് പറയുന്നു, നിങ്ങൾ ബ്രേക്കപ്പ് ആവും, കാരണം നായകനായ ജൊനാഥനും കാമുകിയുടെ അച്ഛനും ഒത്തുപോകില്ല എന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞതും ജൊനാഥൻ്റെ കാമുകി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അവൾ ചുമ്മാതല്ല എഴുന്നേറ്റ് പോകുന്നത്, ഒരു ഗ്ലാസ് വെള്ളം കൂടി മുഖത്തൊഴിച്ചാണ് എഴുന്നേറ്റ് പോകുന്നത്. പിന്നല്ല, ദേഷ്യം വരില്ലേ പാവ എൽസ. നായകൻ എണീറ്റ് എൽസയുടെ പുറകെ പോകാൻ നോക്കുമ്പോൾ സോറ പറയുന്നുണ്ട്, നീ തെന്നി വീഴുമെന്ന്. പക്ഷേ നായകൻ അത് കേൾക്കാണ്ട് പോകാൻ നോക്കുമ്പോൾ ദേ കിടക്കണു പാവം, പെണ്ണും പോയി നടുവും പോയി. എന്നിട്ട് നായകൻ എണീറ്റ് നടക്കുമ്പോൾ നമ്മുടെ ക്യൂട്ട് സൊറ ചെറു പുഞ്ചിരിയോടെ അവൻ്റെ പുറകെ ചെല്ലുന്നു. നായകൻ ഓടാൻ ശ്രമിക്കുമ്പോൾ അവളും ഓടുന്നു. എന്ത് മനോഹരമാണെന്നോ ആ സീൻസൊക്കെ. പക്ഷേ കുറച്ച് ചെന്നപ്പോൾ നായകൻ നിൽക്കാൻ പറയുന്നു, പോലീസിനെ വിളിക്കുന്നൊക്കെ നീ പോയില്ലെങ്കിൽ. എന്നിട്ട് അവൻ വീട്ടിൽ കയറി പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവൻ ജനലിലൂടെ നോക്കുന്നുണ്ട് ഇവൾ പോയോ എന്ന്. ബട്ട് സൊറ ചിരിച്ചുകൊണ്ട് പുറത്തിരിക്കുന്നു. അങ്ങനെ രാത്രിയായി. പിറ്റേന്ന് രാവിലെ ആകുന്നു. അപ്പോഴും നമ്മുടെ ക്യൂട്ട് സൊറ പുറത്തിരിക്കുന്നത് കാണാം. നായകൻ നമ്മുടെ ക്യൂട്ട് സൊറയുടെ അടുത്ത് പോയി എന്ത് വേണമെന്ന് ചോദിക്കുന്നു. എന്നിട്ട് 2 പേരും ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോകുന്നു. ഫുഡ് വാങ്ങിക്കഴിഞ്ഞ് നായകൻ ചോദിക്കുന്നു, നിന്റെ പേരെന്താണെന്ന്. അപ്പോൾ അവൾ പറയുന്നു സൊറയെന്ന്. നായകൻ എന്നിട്ട് പറയുന്നു, ഇത് നിന്റെ ലാസ്റ്റ് സപ്പറ, ഇതോടെ കഴിച്ച് പോയിക്കൊള്ളണമെന്ന്. കാർലോനോട് പറഞ്ഞേരെ ഇത് തമാശയല്ല എന്ന്. അപ്പോൾ സൊറ പറയുകയാണ്, കാർലോയ്ക്ക് ഒന്നും അറിയില്ല, നീ നിന്നെപ്പറ്റി എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോളാൻ. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നായകൻ കൂട്ടുകാരനായ കാർലോയുടെ അടുത്ത് പോയി, എടാ അവൾക്ക് എന്നെ പറ്റി എല്ലാം അറിയാം. അപ്പോൾ കാർലോ അത്ഭുതത്തോടെ ചോദിക്കുന്നു, ആർക്കെന്ന്. എന്നിട്ട് കൂട്ടുകാരനോട് പറയുന്നു, സൊറേ, അവൾ ഫ്യൂച്ചറിൽ നിന്നാണ് വരുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ.
അപ്പോൾ കൂട്ടുകാരൻ കളിയാക്കി ചിരിക്കുന്നുണ്ട്, ഇവന് വട്ടായെന്ന പോലെ. അപ്പോൾ നായകൻ പറയാണ് അവൾക്ക് ഇവൻ്റെ പഴയ കാര്യങ്ങൾ വരെ അറിയാമെന്നൊക്കെ. എന്നിട്ട് ചോദിക്കുന്നു, കാർലോ നീ ഇതിൻ്റെ പുറകിലല്ലെന്ന് ഉറപ്പല്ലേ എന്ന്. അപ്പോൾ കാർലോ പറയുന്നു, ഞാൻ ഒരിക്കലും ഇതുപോലെ ഒന്നും ചെയ്യില്ലെന്ന്. അങ്ങനെ രണ്ടുപേരും ശരിക്ക് പേടിച്ച് നിൽക്കുകയാണ്. നായകൻ തിരിച്ച് വീട്ടിലെത്തി നമ്മുടെ ക്യൂട്ട് സോറയോട് ചോദിക്കുകയാണ്, ഫ്യൂച്ചറിൽ നിന്നാണ് നീ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ സോറ പറയുകയാണ്, നിൻ്റെ ലൈഫ് എനിക്ക് ബെറ്റർ ആക്കണമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഓൾറെഡി എൻ്റെ ലൈഫ് ബെറ്റർ ആണെന്ന്. അപ്പോൾ ജൊനാഥനെ സോറ അവൻ്റെ സ്റ്റുഡിയോയിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് ഡേവിഡ് എന്ന ബിസിനസ്സുകാരനെ കാണാൻ പോകുമ്പോൾ ലഡാക്കിൽ നീ പോയി എടുത്ത പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ ലഡാക്ക് പോയ കാര്യം ആർക്കും അറിയില്ലല്ലോ എന്ന്. അപ്പോൾ അവൾ പറയുന്നു, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, എനിക്കെല്ലാം അറിയാമെന്ന്. എന്നിട്ട് നായകനും കാർലോയും ഡേവിഡിനെ കാണാൻ ലഡാക്കിലെ പിക്കായി ചെല്ലുന്നു. അങ്ങനെ ഡേവിഡിന് ജൊനാഥൻ്റെ പിക്സൊക്കെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നു. ഇതൊക്കെ കണ്ട് നമ്മുടെ സോറ കുറച്ച് മാറിയിരിക്കുന്നുണ്ട്. പ്രൗഡ് വൈഫ് മൂവ്മെന്റ്. അടുത്ത ദിവസം അവൾ ചോദിക്കുന്നു, ഇപ്പം മനസ്സിലായോ എനിക്ക് നിന്റെ ലൈഫ് ബെറ്റർ ആക്കാൻ പറ്റുമെന്ന്. ഇന്നു മുതൽ ഞാൻ പറയുന്നത് ചെയ്താൽ നിന്റെ ലൈഫ് ബെറ്റർ ആവുമെന്ന് അവൾ പറയുന്നു. അങ്ങനെ ജൊനാഥന് സമ്മതിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ജൊനാഥന്റെ കുറ്റി വീഡിയോ ഒക്കെ എടുത്ത് സോറ മുറിച്ച് കളയുന്നതാണ്. എന്ത് തങ്കംകുടം പോലത്തെ ഭാര്യയല്ലേ. എന്നിട്ട് അവൾ അവന്റെ എല്ലാ മദ്യവും സിങ്കിൽ ഒഴിച്ച് കളയുന്നു. പിന്നെ മക്കളെ പടം ഫുള്ളൊരു പോസിറ്റീവ് ട്രാക്കാണ്. നല്ല BGMഉം സോറയുടെ സ്നേഹവും. ജൊനാഥന് നല്ല ഫ്രൂട്ട്സ്, സമയത്തിന് വെള്ളം, രാവിലെ എണീച്ച് ഓടാൻ കൊണ്ടുപോക്ക്. എന്നിട്ട് ജൊനാഥൻ അവളെ തോളത്തിരുത്തി ഒരു നടത്തമുണ്ട്. ഔഫ്, കാണുമ്പോൾ തന്നെ നമുക്ക് കല്യാണം കഴിക്കാൻ തോന്നും. പിന്നെ ഫുള്ള് റൊമാൻറ്റിക് ട്രാക്കാണ്. നമ്മുടെ ക്യൂട്ട് സോറ ഒരു ഓറഞ്ച് ഡ്രസ്സ് ഇട്ട് വന്ന് കൊള്ളാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ജൊനാഥൻ കൊള്ളാമെന്ന് പറയുമ്പോൾ ഉള്ള സോറയുടെ ഒരു കള്ളച്ചിരിയുണ്ട്. എന്നിട്ട് ഡേവിഡ് ജൊനാഥനോട് ചോദിക്കുന്നുണ്ട്, മാഡ്രിഡിൽ ഒരു എക്സിബിഷൻ ഉണ്ട്, വേറെ ലഡാക്കിലെ പോലത്തെ ഇൻട്രസ്റ്റിംഗ് ഫോട്ടോസ് ഉണ്ടോ എന്ന്. നായകൻ ആദ്യം മഞ്ഞു മൂടിയ പിക്ചേഴ്സ് പറയുമ്പോൾ ഡേവിഡ് നോക്കാമെന്ന് പറയുന്നു. വീട്ടിലെത്തിയിട്ട് സോറ ഒരു ബുക്ക് എടുക്കാൻ നോക്കുമ്പോൾ ജൊനാഥൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ സോറ ചോദിക്കും, എന്താ കാമുകി എൽസയുടെ ബുക്കാണോ എന്ന്. എന്നിട്ട് അവർ ചിരിച്ചു കളിച്ച് ബെഡിൽ കിടന്ന് മറിയുകയാണ്. സോറയുടെ മുകളിൽ ജൊനാഥനും. എന്നിട്ട് ഒരു നല്ല കിസ്സിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ സോറ പറയുകയാണ്, നമ്മുടെ കിസ് മാരേജ് കഴിഞ്ഞാണെന്ന്. ഷോ ചളമാക്കി, ആ ഫ്ലോ അങ്ങ് കളഞ്ഞു. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഓക്വാർഡടിച്ച് നിൽക്കുമ്പോൾ സോറ ചോദിക്കുകയാണ്, ഞാൻ ഓൾറെഡി വൈഫായില്ലോ, നീയാലോ ഹസ്ബൻഡ് ആവാത്തെ, അപ്പോൾ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ജൊനാഥൻ അതൊക്കെ വിട എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം ജൊനാഥനും സോറയും ഡേവിഡിന് കൊടുക്കാനുള്ള ന്യൂ പിക്സ് എടുക്കാൻ പോവുകയാണ്. പിക്സ് ഒക്കെ എടുത്ത് രാത്രി ജൊനാഥന് ടെൻഷൻ കയറുകയാണ്. എക്സിബിഷൻ മൂഞ്ചോ എന്നുള്ള പേടിയിൽ മച്ചാൻ പോയൊരു കാഞ്ചി വീഡിയോ വലിക്കുന്നു. അപ്പോൾ നമ്മുടെ സോറ പറയുകയാണ് അത് കളയാൻ. അപ്പോൾ ജൊനാഥൻ പറഞ്ഞു, പറ്റൂല, അങ്ങനെ അഡീഷൻ ഒറ്റയടിക്കൊന്നും നിർത്താൻ പറ്റൂല. നമ്മുടെ ക്യൂട്ട് സോറ പറയുകയാണ്, ഇത് ആദ്യത്തെ തവണയല്ല, എപ്പോഴും ഇങ്ങനെയാണ്, 8 വർഷത്തിന് ശേഷം നീ മരിച്ചു പോകും ഫ്യൂച്ചറിലെന്ന്. ഇതൊക്കെ കേട്ട് കിളി പോയി ജൊനാഥൻ നിൽക്കുമ്പോഴേക്കും സൊറയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്ന് അവൾ മരിക്കുന്നതാണ് കാണിക്കുന്നത്. കഥ ഇൻട്രസ്റ്റിംഗ് ആവുന്ന പോയിന്റ്. പിന്നെ കാണിക്കുന്നത് സൊറ തുടക്കത്തിലെ പോലെ ജൊനാഥൻ്റെ ബെഡിൽ കണ്ണുറക്കുന്നു. പണ്ട് സംഭവിച്ചതുപോലെ എക്സിൻ്റെ അടുത്ത് പോകുന്നു, ഡേവിഡിനെ കാണുന്നു, ലാസ്റ്റ് സിഗരറ്റ് ഓർ വെള്ളമടിച്ച് അത് കണ്ടുവരുന്ന നമ്മുടെ പാവം സൊറ വടിയാവുന്നു. ഇതിങ്ങനെ ലൂപ്പ് പോലെ മറ്റേ മാനാട് സിനിമയിൽ പറയണേ പോലെ വന്താ സുട്ടാ സെത്താ റിപ്പീറ്റ്, വന്താ സുട്ടാ സെത്താ റിപ്പീറ്റ്, അങ്ങനെ ടൈം ലൂപ്പ് പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ ചെയ്താലും ലാസ്റ്റ് നമ്മുടെ ജൊനാഥൻ പാവം സൊറയെ മൂഞ്ചിക്കും. അങ്ങനെ ഒരു ലൂപ്പിൽ സൊറ ബെഡിൽ നിന്ന് എണീറ്റ് പോയി ജൊനാഥനോട് മിണ്ടാതെ പോകുന്നു. അവൾ മാർക്കോ എന്ന് പറയുന്ന ആളുടെ കീഴിൽ ഫാഷൻ ഡിസൈനറായി വർക്ക് ചെയ്യുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കാമുകി എൽസയും ജൊനാഥനും ഇവരുടെ ഷോപ്പിൽ വരുന്നു. അങ്ങനെ അവിടെ വെച്ചും എൽസ ജൊനാഥനെ തേച്ചൊട്ടിക്കുന്നു. അപ്പോൾ സൊറ നമ്മുടെ കടയുടെ ഓണറായ മാർക്കോനോട് പറയുകയാണ്, അപ്പോൾ ആൾക്കാർക്ക് ചേഞ്ച് ആവാൻ പറ്റുമല്ലേ എന്ന്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ലൂപ്പാണ്. നമ്മുടെ ക്യൂട്ട് സൊറ ജൊനാഥന്റെ ബെഡിൽ കണ്ണ് തുറന്നു. കഴിഞ്ഞ ലൂപ്പിൽ എൽസ ജൊനാഥന്റെ അച്ഛനെ പറ്റി പറയുന്നതാണ്. ഇതുവരെ സൊറ ജൊനാഥന്റെ അച്ഛനെ പറ്റി ചോദിച്ചിട്ടേയില്ല. വേഗം തന്നെ ജൊനാഥന്റെ ഷെൽഫ് തുറന്ന് ഓൾഡ് ഫോട്ടോസ് നോക്കുകയാണ്. ഇതിനിടയിൽ ജൊനാഥൻ എണീക്കുകയും പാവം സൊറയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ലൂപ്പ് സെയിം പോലെ ഷെൽഫ് തുറക്കുമ്പോൾ ജൊനാഥൻ എണീക്കുന്നു. സൊറ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴേക്കും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ചെയ്യുന്നു. കാരണം ജൊനാഥൻ അറിയില്ലല്ലോ സൊറ വൈഫാന്നൊക്കെ. അടുത്ത ലൂപ്പ് മുതൽ സൊറ ബുദ്ധിപൂർവ്വം പഴയതുപോലെ ജൊനാഥനോട് കൂട്ടായി കാര്യങ്ങൾ പടിപടിയായി കൊണ്ടുവന്ന് ലാസ്റ്റ് അച്ഛനെ കാണാൻ പോകാമെന്ന് ജൊനാഥൻ സമ്മതിക്കുകയാണ്. എന്നിട്ട് അവർ ബസ്സിലിരുന്ന് മിണ്ടി പറഞ്ഞു പോകുന്ന സീനൊക്കെ ഉണ്ട്. ലൈഫിൽ ഒരിക്കലെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പക്ക റിലേറ്റബിൾ ആയിരിക്കും ആ സീൻസൊക്കെ. അങ്ങനെ ഇവർ ജൊനാഥൻ്റെ അച്ഛൻ്റെ വീടിന് മുമ്പിലെത്തുമ്പോൾ ഇവൾ സാധാരണ മരിക്കാറുള്ളതുപോലെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു. പക്ഷേ സൊറയ്ക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. കാരണം ജൊനാഥനാണെങ്കിൽ വെള്ളം അടിച്ചിട്ടില്ല, വീഡിയോ വലിച്ചിട്ടുമില്ല, ഇവളാണെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടുമില്ല.
പിന്നെ എന്താണോ എന്ന് സംശയിച്ച് നിൽക്കുമ്പോൾ അടുത്ത ലൂപ്പ് സ്റ്റാർട്ട് ആവുകയാണ്. സോറ കഷ്ടപ്പെട്ട് പിന്നെയും ജൊനാഥനെ കൺവിൻസ് ചെയ്ത് ജൊനാഥന്റെ അച്ഛൻ്റെ അടുത്തേറ്റ് എത്താറാവുമ്പോൾ പാവം പിന്നെയും വടിയാവുന്നു. അപ്പോഴാണ് സോറയ്ക്ക് മനസ്സിലാവുന്നത് സമയം അഥവാ ടൈം അതാണ് സൊറയെ സമ്മതിക്കാത്തതെന്ന്. എന്നിട്ട് അടുത്ത ലൂപ്പിൽ നമ്മുടെ പാവം സൊറ കരഞ്ഞുകൊണ്ട് ജൊനാഥനോട് പറയുന്നു, എന്നെ ഒരിക്കലും മറക്കല്ലേ എന്ന്. അങ്ങനെ സൊറയുടെ ലൂപ്പ് അവിടെ അവസാനിക്കുന്നു. കാരണം സമയം അത്രേ അവൾക്ക് കിട്ടിയുള്ളൂ. അവൾക്കാണെങ്കിൽ ജൊനാഥനെ അച്ഛനെ കാണാനും പറ്റിയതുമില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകൻ ജൊനാഥൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതാണ്. എന്നിട്ട് എന്തോ മാറ്റം വന്ന പോലെ ജൊനാഥന് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മച്ചാൻ നേരെ കാർലോയുടെ അടുത്ത് പോയി പറയുകയാണ് എൽസയുമായുള്ള റിലേഷൻഷിപ്പ് നിർത്തിയെന്നൊക്കെ. കാർലോ റീസൺ ഒന്നും ചോദിക്കുന്നില്ല. കാരണം കാർലോയ്ക്കും എൽസയെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ജൊനാഥൻ കുടിയും വലിയൊക്കെ നിർത്തിയെന്നും പറയുന്നു കാർലോയോട്. അത് കേൾക്കുമ്പോൾ കാർലോ പറയുന്നുണ്ട്, നിന്നെ ഇതിൽ ഞാൻ മിസ് ചെയ്യുമെന്ന്. കാർലോ ജൊനാഥനോട് ചോദിക്കുന്നുണ്ട് ഇനി എന്താ പ്ലാൻ എന്ന്. അപ്പോൾ ഇന്തോനേഷ്യയിൽ പോകണമെന്ന് പറയുന്നു. കാരണം ഇന്തോനേഷ്യയിലാണ് ജൊനാഥന്റെ അമ്മ താമസിക്കുന്നത്. എന്നിട്ട് കാണിക്കുന്നത് ജൊനാഥൻ തന്റെ അച്ഛനെ ഒറ്റയ്ക്ക് കാണാൻ പോകുന്നതാണ്. ജൊനാഥന് 4 വയസ്സുള്ളപ്പോൾ അച്ഛൻ തന്റെ അമ്മയെയും ജൊനാഥനെയും ഉപേക്ഷിച്ച് വേറൊരുത്തിലൂടെ പോയതാണ്. ജൊനാഥൻ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ്റെ 2ാം ഭാര്യയാണ് വാതിൽ തുറക്കുന്നത്. ജൊനാഥനെ ആ സ്ത്രീക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് ജൊനാഥൻ ആ വീട്ടിൽ കയറിയിരിക്കുന്നു. അച്ഛനെ അന്വേഷിച്ചിരിക്കുമ്പോൾ ജൊനാഥൻ ജനലിലൂടെ കാണുകയാണ് തൻ്റെ അച്ഛനും 2ാം ഭാര്യയും മോനുമായി സന്തോഷത്തോടെ വീട്ടിലെ പണികൾ ചെയ്യുന്നത്. സോ ജൊനാഥൻ ഒരു സീൻ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പക്ഷേ ജൊനാഥൻ ഒരു കുറിപ്പ് വച്ചിട്ടാണ് പോകുന്നത്. ജൊനാഥൻ്റെ അച്ഛൻ വന്ന് നോക്കുമ്പോൾ ടേബിളിൽ ഒരു ഫോട്ടോ, ജൊനാഥൻ്റെ 4ാം വയസ്സിൽ അച്ഛനുമൊപ്പം എടുത്തത്. എന്നിട്ടൊരു കുറിപ്പും, നിങ്ങൾ ചെയ്തത് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നന്ദിയുണ്ട് ആ 4 വർഷം ഒപ്പം ഉണ്ടായതിന്. ഞാൻ നിങ്ങളോട് പുറത്തു തന്നിരിക്കുന്നു. ആ സീൻ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും. കാരണം ആ ട്രോമ കാരണമാണ് ഇത്രയും നാൾ നമ്മുടെ പാവം ജൊനാഥൻ കുടിച്ചും വലിച്ചും അമ്മയെ കാണാതെയും മാറി നടന്നത്. എന്നിട്ട് ജൊനാഥൻ നേരെ പോയി അമ്മയെയും കണ്ട് രാവിലെ ഓടാനൊക്കെ പോയി ഇന്തോനേഷ്യയെ സുഖമായി ജീവിക്കുന്നതാണ് കാണിക്കുന്നത്. ജൊനാഥൻ അടിമുടി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് മാറുകയാണ്. പിന്നെ നമ്മുടെ മൂവി ഒരു പോസിറ്റീവ് ട്രാക്കിലേക്ക്. പക്ഷേ അപ്പോഴും സോറ എവിടെ എന്ന് നമുക്ക് തോന്നും. അമ്മയുടെ സ്ഥലം ഇന്തോനേഷ്യയാണ്. അവിടെ ജൊനാഥൻ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു എക്സിബിഷൻ സെറ്റാക്കും. ബിക്കോസ് ജൊനാഥൻ ആ അച്ഛന്റെ വിഷയത്തിൽ നിന്ന് മാറിയപ്പോൾ തന്നെ ഫുൾ പ്രൊഡക്റ്റീവായി. അങ്ങനെ എക്സിബിഷൻ നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ ക്യൂട്ട് സോറ എക്സിബിഷൻ കാണാൻ വരുന്നു. പിന്നെ സ്ഥിരം പൈങ്കിളി ട്രാക്ക്. സോറ ഫോട്ടോസ് കണ്ടു നടക്കുന്നു. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ജൊനാഥനും സോറയും കണ്ണും നോക്കുന്നു. ജൊനാഥൻ പയ്യെ അപ്രോച്ച് ചെയ്യുന്നു. കൊച്ചു കള്ളൻ. 2 പേരും സ്ട്രേഞ്ചേഴ്സ് തന്നെയാണല്ലോ. എന്നിട്ട് സോറ ജൊനാഥൻ്റെ അല്ല എക്സിബിഷൻ എന്ന് കരുതി ഒരു ഫോട്ടോയെക്കുറിച്ച് കളിയാക്കുന്നു. പിന്നീടാണ് അറിയുന്നത് ജൊനാഥൻ്റെ ആയിരുന്നു ആ എക്സിബിഷൻ എന്ന്. ബട്ട് ജൊനാഥൻ പറയുന്നു, മറ്റാരേക്കാളും ഈ ഫോട്ടോകൾ നീ ശ്രദ്ധിച്ചത് കൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നിയത്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന്. ജൊനാഥൻ ഒരു റിസ്കാൻ തന്നെ. എന്നിട്ട് ജൊനാഥൻ സോറയ്ക്ക് പേരും പറഞ്ഞ് ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. ആ ടൈം ലൂപ്പിൽ നടന്ന സംഭവങ്ങളും അപ്പോൾ ഒരു BGM ഉണ്ട്. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കാണിക്കുന്നത് എന്ത് പെർഫെക്റ്റ് ആണെന്നറിയാമോ. അതുപോലെ ഇമോഷൻസ്, അവരുടെ കണ്ണുകൾ നിറയുന്നതും ഫ്യൂച്ചറിൽ ജൊനാഥൻ മരിച്ച് സോറ ഒറ്റയ്ക്കാവുന്നതും എങ്ങനെയെങ്കിലും ജൊനാഥൻ്റെ അടുത്ത് ചെല്ലണമെന്ന് സോറ ആഗ്രഹിക്കുന്നതും എന്നിട്ട് ലക്ക് പോലെയാണ് കാണിക്കുന്നത്. അല്ലാണ്ട് സയൻസ് ഫിക്ഷൻ ഒന്നുമല്ല. ടൈം ട്രാവൽ, ടൈം ലൂപ്പൊക്കെ. എന്നിട്ട് ടൈം ലൂപ്പിൻ്റെ തുടക്കം കാണിക്കുന്നുണ്ട്. അതിൽ സോറ ജൊനാഥൻ്റെ ബെഡിൽ എണീക്കുമ്പോൾ ആ എക്സൈറ്റ്മെൻറ്റിൽ ചക്കരെ നീ എന്നെ ഒഴിവാക്കി പോയി എന്നോർത്ത് എന്നൊക്കെ ഇഷ്ടത്തോടെ പറയുന്നുണ്ട്. പക്ഷെ അപ്പം തന്നെ സോറ വടിയാവുന്നു. കാരണം ഫ്യൂച്ചറിൽ നടന്ന കാര്യം ഒരിക്കലും പറയാൻ പാടില്ല. അത് അടുത്ത ലൂപ്പ് മുതൽ സോറ മനസ്സിലാക്കുന്നു. എന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ പാവം സോറ ചെയ്യുന്നത്. ജൊനാഥൻ ഫ്യൂച്ചറിൽ ഒരു വട്ടമാണ് മരിച്ചതെങ്കിൽ സോറ എത്രയോ വട്ടമാണ് ജൊനാഥന് വേണ്ടി മരിച്ചത്. എന്ത് നല്ല ഭാര്യയല്ലേ. അങ്ങനെ ഓർമ്മകളിൽ നിന്ന് പ്രസന്റിലോട്ട് വരുന്നു. അവരെങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മുടെ മൂവി അവിടെ അവസാനിക്കുകയാണ്. ഇതിലൊരു കിടിലൻ ഡയലോഗുണ്ട്. എനിക്കൊരു 100 ജീവിതം ജീവിക്കേണ്ട വന്നാലും ഞാൻ എപ്പോഴും നിന്നെ തന്നെ ചൂസുമെന്ന് സോറ പറയുന്നുണ്ട്. ഇനി നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ലൈഫിൽ നമ്മളെ വേണ്ടാത്തവരുടെ പുറകെ പോകാതെ നമുക്ക് പ്രയോറിറ്റി തരുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ആളെ സ്നേഹിക്കുക. അപ്പോൾ ശരി, എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മോർ സ്റ്റോറീസ് ആൻഡ് എക്സ്പ്ലനേഷൻസ് ആർ കമ്മിങ്.